നമ്മൾ മനസ്സിലാക്കി വന്ന കാര്യം, ഈ ആത്മാവിൽ ഈ ഉപാധികൾ, ഈ ലോകാദി പ്രപഞ്ചമെല്ലാം ഒരു അധ്യാസമായിട്ട് വന്നിരിക്കുന്നു. അധ്യാസം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിലും ഒന്ന് തോന്നണത്, ഒന്നിനെ ഒന്ന് വേറൊന്നായിട്ട് കാണുന്നത്, അതിൽ ഒന്ന് തോന്നുന്നതിനാണ് അധ്യാസം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന ഓരോ കോശങ്ങൾക്കും ആത്മാവിനുമായിട്ടുള്ള അധ്യാസമാണ് പറയുന്നത്. നമുക്ക് മനോമയ കോശം മുതൽ ഒന്ന് നോക്കാം. മനോമയ കോശത്തിനും ആത്മാവിനും അന്യോന്യ അധ്യാസം എങ്ങനെയാണ്? ഞാൻ സങ്കല്പം ചെയ്യുന്നവൻ, വികല്പം ചെയ്യുന്നവൻ, ഞാൻ ദുഃഖിക്കുന്നവൻ, മോഹമുള്ളവൻ, ഞാൻ ആശയുള്ളവൻ, ഞാൻ ലോഭി, ഞാൻ കേൾക്കുന്നവൻ, ഞാൻ കൊടുക്കുന്നവൻ, കാണുന്നവൻ, രുചിക്കുന്നവൻ, ഞാൻ കുരുടൻ, ഞാൻ ചെവിടൻ മുതലായ മനോമയ കോശ വികാരങ്ങളെ ആത്മാവിൽ അധ്യാസം ചെയ്യുന്നു. ആത്മാവിൽ അധ്യാസം ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഞാൻ കുരുടൻ, ഞാൻ സങ്കല്പം ചെയ്യുന്നവൻ, ഞാൻ വികല്പം ചെയ്യുന്നവൻ, ഞാൻ കുരുടൻ. യഥാർത്ഥത്തിൽ ഞാനാണോ സങ്കല്പം ചെയ്യുന്നത്? അല്ല, മനസ്സാണ്. അപ്പോൾ മനോമയ കോശ വികാരങ്ങളെ ആത്മാവിൽ ആരോപിച്ച് പറയുകയാണ് നമ്മൾ. കോശവികാരങ്ങളെ, ഒന്നിന്റെ കോശവികാരങ്ങളെ ആത്മാവിൽ ആരോപിച്ച് കാണുന്നതിനെയാണ് പറയുന്നത്. ഇതാണ് അതിന്റെ അധ്യാസം എന്ന് പറയുന്നത്. നമുക്കെല്ലാം കാണാം, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഏതുവരെ? ആനന്ദമയ കോശം വരെ കാണാൻ പറ്റും. അതിനപ്പുറത്തുള്ള ഒരു കാര്യത്തെ പറ്റി ആർക്കും അറിഞ്ഞൂടാ. അതിനപ്പുറമായിട്ടിരിക്കുന്ന ആത്മാവ് സത്യത്തിൽ എല്ലാത്തിലും ഇരുന്ന് പ്രകാശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആത്മശക്തി തന്നെയാണ്. അതാണ് സത്യ ചിത്ത് ആനന്ദ രൂപമായിട്ട് ഈ ആത്മ വിളങ്ങുന്നു എന്ന് പറയുന്നത്. ആത്മാവ് സച്ചിദാനന്ദമായിട്ട് പ്രകാശിക്കുന്നു. അതിൽ സത്യം എന്ന് പറയുന്നതാണ് ഉണ്മ. അതാണ് ലോകമായിട്ട് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ചിത്തെന്ന് പറയുന്നത് അതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശം. നമുക്കിപ്പോൾ അറിയാം, സൂര്യനാണ് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സൂര്യൻ ആരാണ് പ്രകാശിപ്പിച്ചത്? ഈ ആത്മാവാണ് പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ ഉണ്ടെന്ന് അറിയുന്നത്. സൂര്യൻ ഉണ്ടെന്ന് അറിഞ്ഞത് സൂര്യനല്ല, സൂര്യൻ പറഞ്ഞിട്ടല്ല, ആത്മാ സൂര്യനും പ്രകാശിപ്പിച്ചിരിക്കുക. അതാണ് പ്രകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പ്രകാശത്തെ അല്ല നമ്മൾ പ്രകാശം എന്ന് പറയുന്നത്, അറിവിനെയാണ് പ്രകാശം എന്ന്. ഏതൊരു അറിവാണോ ഇതിനെ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ അറിവാണ് ആത്മാ. മനസ്സിലല്ലേ? അങ്ങനെയുള്ള ആ അറിവ് ഇവർ പറയുന്നതാണ് സച്ചിദാനന്ദ രൂപമായിട്ട് ഈ ആത്മാവ് ഇരിക്കുന്നു. അത് ആത്മാവിൻ്റെ സത്താണ് സാമാന്യഭാവമായിട്ട് ഈ ലോകമായിട്ട് നിൽക്കുന്നത്. ചിത്താണ് ഇതിനെ എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചിരിക്കുന്ന പ്രകാശം ചിത്തിൻ്റെയാണ്. ചിത്തിനെ പ്രകാശിപ്പിക്കാൻ ഇനി ഒരു പ്രകാശമില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. സൂര്യൻ ഇതിനെ പ്രകാശിപ്പിക്കാമെങ്കിലും സൂര്യനെയും ആത്മാ പ്രകാശിപ്പിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലോകവസ്തുക്കളുടെ പ്രകാശത്തെ അല്ല പ്രകാശം എന്ന് പറയുന്നത്. പ്രകാശം എന്ന് പറഞ്ഞാൽ ഈ അറിവിനെ തന്നെയാണ് പ്രകാശമായിട്ടും പറയുന്നത്. ആ അറിവ് തൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഉള്ളിൽ ഈ അറിവിനെ ദർശിക്കുന്നതിനെയാണ് ആത്മജ്ഞാനം ഉണ്ടായി എന്ന് പറയുന്നത്. ഇതിനെ ദർശിച്ചവരെയാണ് ജ്ഞാനികളായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എന്താണ് ഒരു വ്യത്യാസം? നമ്മളിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്? അവർക്ക് ജിജ്ഞാസയോടുകൂടി ഇതിനെ അറിയാനായിട്ട് അവർ പരിശ്രമിച്ചു എന്നുള്ളതാണ്. വേറെ ഒരു വ്യത്യാസവുമില്ല. നമ്മൾ ഏതിനെ ആഗ്രഹിച്ചു പ്രവർത്തിച്ചാലും അത് അടയാൻ സാധിക്കും. അത് ലോകത്തിൻ്റെ നിയമമാണ്. അതുകൊണ്ടാണ് രാജാവായിട്ട് വരുന്നതും ധനികന്മാരായിട്ടും പലതായിട്ട് വരുന്നില്ല. അതെല്ലാം പൂർവ്വജന്മത്തിൽ നമ്മൾ ആഗ്രഹിച്ചു വരുന്ന കാര്യങ്ങളാണ്. അത് ഈശ്വരൻ തഥാസ്തു എന്ന് അനുഗ്രഹിക്കുന്നതാണ്. തഥാസ്തു, അങ്ങനെ ഭവിക്കട്ടെ.
പക്ഷെ ജ്ഞാനം ഈശ്വരന് തന്ന് അനുഗ്രഹിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ജ്ഞാനം എന്ന് പറയുന്നത് മനോവൃത്തികൾ കെട്ടടങ്ങി തൻ്റെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ആത്മ പ്രകാശിക്കുന്നതാണ്. അപ്പോൾ മനോവൃത്തിയുടെ രൂപമായിട്ടാണ് ഈ ലോക വസ്തുക്കളെല്ലാം ഇരിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞ എന്താണ് ഇത്? ഈ മനോമയ കോശത്തെ പറ്റി പറഞ്ഞപ്പോൾ ഈ കോശവും ആത്മാവുമായിട്ടുള്ള ബന്ധത്തെ പറഞ്ഞു. എന്താണ് ബന്ധം? ഈ ആത്മാവിൽ ഈ കോശം അധ്യസ്ഥമാണ്. മനോമയ കോശ വികാരങ്ങളെ ആത്മാവിൽ ആരോപിച്ച് പറയുന്നതിനെയാണ് ഈ പറയുന്നത് അധ്യാസം എന്ന് പറയുന്നത്. ഇതിൽ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആത്മാവ് ഒന്നിനാലും അറിയപ്പെടാത്തതായി എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചിരിക്കുന്ന ഒരു രൂപം ഇതിൽ കാണാൻ സാധിക്കും. അതിനറിയാൻ ഇനി ഒരു അറിവില്ല, അത് ഫൈനലാണ്. അതുകൊണ്ടാണ് അതിനെ അറിയാൻ പല്ലാർമുൻ ദശമനെ കൊണ്ട് തന്നെയാണ് ഇപ്പം ദശമനെ അറിഞ്ഞത്. പത്താമനെ അറിഞ്ഞ് പത്താമനെ ശ്രുതികളിൽ വേറെ രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കും. അപ്പൊ ദശമനെ കൊണ്ട് ദശമനെ അറിയാൻ പറ്റും. ഈ ആത്മനാ കണ്ട് തെളിഗതി. ആത്മാവിനെ എങ്ങനെ കാണാൻ പറ്റും? മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല ആത്മാവിനെ അറിയണമെങ്കിൽ ആത്മാവ് കൊണ്ട് തന്നെ അറിയണം. അതുകൊണ്ടാണ് ഇത് അനുഭവിച്ചറിയേണ്ട രഹസ്യമായിട്ട് പറഞ്ഞത്. അത് അതീവ രഹസ്യം, അതീവ ഗുഹ്യം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നതിൻ്റെ രഹസ്യം ഇതാണ്. നമ്മൾ കണ്ണുകൊണ്ട് ഈ ലോകത്തെ കാണും അല്ലേ, കാതുകൊണ്ട് ശബ്ദങ്ങളെ കേൾക്കും, ഈ കണ്ണിനോ കാതിനോ എത്തൂല. അതുപോലെ മനസ്സുകൊണ്ട് ഊഹിച്ച് പലതും നമ്മൾ കാണും, പലതും നമ്മൾ ഭാവന ചെയ്ത് കാണൂലേ. ഇപ്പൊ തന്നെ വിദേശത്ത് പോയില്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ വന്നില്ലേ, ഉഷ വന്നില്ലേ, ജോലി വിദേശത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ഭാവിച്ച് കാണാൻ പറ്റൂലേ. അപ്പം മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ പലതും ചെയ്യാമെങ്കിലും ഇതിനൊന്നിനും ആത്മാവിനെ അറിയാനോ കാണാനോ നിശ്ചയിക്കാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത് ഒന്നിനാലും അറിയപ്പെടാത്ത എന്നാൽ എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നായിട്ട് ഇതിന് വേദം പറയുന്നു. അങ്ങനെ ഒരു ശക്തിവിശേഷം നമ്മുടെ ഉള്ളിലിരിക്കുകയാണ്. അതിനെയാണ് തികഞ്ഞ് കണ്ടുപിടിക്കുന്നത്. അതിനെയാണ് മഹത്തുക്കൾ പറയുന്നത് ആരാഞ്ഞു പാർ. അതിനെ ആരാഞ്ഞ് കണ്ടുപിടിക്കുകയാണ്. അതിനെ ആരാഞ്ഞ് കണ്ടുപിടിക്കുന്നത് എന്താണ്? നമ്മുടെ മനസ്സ് ഈ വിഷയവ്യാപാരം ചെയ്യുന്നത് കുറയണം. ലോകം വാസ്തവത്തിൽ ജ്ഞാനം അടയുന്നതിന് വേണ്ടി ഈശ്വരൻ കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇത് ലോകം വാസ്തവത്തിൽ ജ്ഞാനത്തിലേക്ക് വേണ്ടിയാണ് ഈ സൃഷ്ടി ചെയ്തിരിക്കുന്നത്. ഈശ്വരൻ ഈ സൃഷ്ടി ചെയ്തിട്ട് ജീവന്മാരെ എല്ലാം മുക്തി അടയിക്കാനായിട്ട് ഒരു പരിശ്രമമാണ് ചെയ്തിരിക്കുന്നത്. ഇത് വേദത്തിൽ വായിക്കാം. അപ്പം മുക്തിക്ക് വേണ്ടിയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം പിന്നെ നമുക്കിപ്പോൾ ഈ ലോകത്തെ കൊണ്ടുള്ള ഉപയോഗം എന്താണ്? ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ഒരു പറഞ്ഞ ആവശ്യത്തിന് മതി, കൂടുതൽ വേണ്ട. അതുകൊണ്ട് ലഘുവായിട്ട് അത് മഹത്തുക്കളൊക്കെ വളരെ ചിന്മയ സ്വാമി പറഞ്ഞു, വലിയ സന്യാസിമാരെങ്ങനെയാണ് ജീവിക്കണമെന്നറിയാം. സന്യാസിമാർ അവര് ഈ ഇല പോലും പിച്ചില്ല എന്നാണ് പറയുന്നത്. ഇല അതുപോലും ഹിംസയാണെന്ന്. ഇല പറക്കി പോലുമില്ല. നിലത്ത് വീണ് കിടക്കുന്ന ഇങ്ങനെ ഉണങ്ങി കിടക്കില്ല. അതും പൊടിക്കുന്നതിന് കഴിക്കില്ല. പൊടിക്കുന്നതിന് അത് കഴിക്കില്ല. കാരണം അതും ഒരു ജീവനാണ് പോലും. കാരണം അത് കിടന്ന് പൊടിക്കുമല്ലോ, അതും ജീവനാണ്. അപ്പം ഈ രൂപത്തിൽ മഹത്തുക്കൾ ആചരിച്ച് കാണിച്ചിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കും വളരെ വളരെ ഈ മായാകാര്യങ്ങളിൽ വളരെ കുറച്ച് അല്പം മാത്രമേ അവരെ എടുക്കുകയുള്ളൂ. ഇഷ്ടംപോലെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരത് വളരെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുള്ളൂ. കാരണം എന്താ പറയുക, അവരുടെ ഉദ്ദേശം ഇതിനെ ഉണ്ട് നിറച്ച് പോകാനല്ലല്ലോ. ജ്ഞാനമടയാനായിട്ട് വേണ്ടതിനെ മാത്രമേ വരും. ഇതിനൊക്കെയുള്ള ഭയങ്കര കർശനമായ ചില നിയമങ്ങളിലൂടെയാണ് പോലും ഈ സന്യാസിമാരൊക്കെ സഞ്ചരിക്കുന്നത്. ഇവിടെയുള്ളവരല്ല, ഹിമാലയത്തിലൊക്കെ ഉള്ള. ഭക്ഷണമൊന്നും ഇല്ല അവർക്ക്, പലർക്കും ഭക്ഷണമേ ഇല്ല. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ വേറെ വയറ് വിശക്കണമെന്ന് തോന്നുമ്പം അവരിറങ്ങി നടക്കുമ്പോൾ ഈ ഇലകൾ കൊഴിഞ്ഞ് കിടക്കുന്ന കാണും, അത് പിറക്കി കഴിക്കും. അത്രയ്ക്ക് ഭയങ്കരമായ ഒരു നിഷ്ഠയിലാണ് പോലും ഈ സന്യാസിമാരെല്ലാം അവിടെ കഴിയുന്നത്.
അപ്പം നമ്മൾ ഈ ലോകത്തെ ശരീര നിലനിർത്തി ആ ജ്ഞാനമടയുന്നതിലേക്ക് വിനിയോഗിക്കുന്ന വിവേകശാലികളായ ആളുകളെയാണ് ജ്ഞാനികൾ. വിവേകശാലികളായ ജ്ഞാനികൾ ആളുകൾ. നമുക്കിപ്പോൾ അങ്ങനെ അത്ര കർശനമൊന്നുമില്ല. മഹത്തുക്കൾ പറയുന്നു ആവശ്യമുള്ള കഴിക്കുന്നതിനോ എന്തിനോ ഒരു പാടുമില്ല. പക്ഷേ മുഖ്യം ഏതായിരിക്കണം? ജ്ഞാനത്തിലേക്കായിരിക്കണം മുഖ്യം. ഇപ്പോൾ ഏത് ചെയ്യുന്നതും ആ ജ്ഞാനത്തിലേക്ക് വരുന്ന രൂപത്തിൽ ആയാൽ ഒരു പ്രശ്നമില്ല, ഒന്നിനും ഒരു പ്രശ്നമില്ല. ലക്ഷ്യം ആണ് ഇമ്പോർട്ടൻ്റ്. ലക്ഷ്യം. അപ്പം ലക്ഷ്യത്തിലേക്ക് ആ മാർഗങ്ങളെ സ്വീകരിക്കുന്ന രൂപത്തിലല്ലേ നമ്മളെല്ലാം. അപ്പം പല രൂപത്തിൽ ഏത് മാർഗം സ്വീകരിച്ചാലും ആ ലക്ഷ്യം, ആ മുക്തിയാണ് ലക്ഷ്യമെങ്കിൽ അതിൽ വരുന്ന ആ മാർഗങ്ങൾ തെറ്റല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊരു കുറ്റവുമില്ല. പക്ഷെ മുക്തി അല്ല ലക്ഷ്യമെങ്കിൽ ഏത് മാർഗം സ്വീകരിച്ചാലും കുറ്റമാണ്. അത് കുറ്റമായിട്ട് വരും. നീ എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് എന്തു പറയും മറുപടി? ഈ നശ്വരമായി ശരീരത്തിന് നിലനിർത്താനാണോ? ഇത് നിനക്കറിയാമല്ലോ, ഇത് വരും പോവും. എത്രയോ പ്രാവശ്യം ഇത് വരികയും പോവുകയും ഇതിനകം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും വന്നിരിക്കുന്നു. ഇത് പോണതാണ്. പക്ഷെ ഇതിൻ്റെ ഉദ്ദേശം എന്തിനാണ്? ഈശ്വരൻ എന്തിനാണ് ഇത് തന്നിരിക്കുന്നത്? ഇതിലിരുന്ന് ജ്ഞാനം അടഞ്ഞോളും. അപ്പോൾ ഇതിലിരുമ്പോൾ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഒരുപാട് ഉണ്ടാവും. ഇതെല്ലാം എങ്ങനെ അനുഭവിക്കണം? പൂർവ്വജന്മാർജിതമായ പുണ്യഭാവങ്ങളാണ് അനുഭവിക്കണമെന്നുള്ള ധാരണയിൽ അനുഭവിച്ച് തീർത്ത് എപ്പോഴും ആ ജ്ഞാനത്തിലേക്ക് നിലനിർത്തി, മനസ്സിനെ നിലനിർത്തി നിന്നാൽ അവർ പറയുന്നു ആ മുക്തി ഇതിൽ വരും, കൈവരും. അല്ലാതെ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ല ഈശ്വരൻ. അപൂർണന്മാരാണ്, എല്ലാവരും അപൂർണരാണ്. ജ്ഞാനികൾ പോലും ആ ജ്ഞാനലബ്ധിക്ക് ശേഷമാണ് അവർക്കൊരു പൂർണ്ണത ഇതിലുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? ഇത് അവർ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിഞ്ഞുപോയി. ആ സ്വരൂപം പൂർണ്ണമാണ്, അത് സർവത്ര പരിപൂർണമായിരിക്കുന്നു. അതിന് ഈ പറഞ്ഞ ഉദയമോ അസ്തമയോ ഇല്ല. അത് ഉണ്ടായി നശിക്കുന്ന രൂപത്തിലല്ല അതിൻ്റെ ഘടന. അത് ഉണ്ടായതല്ല, അതുകൊണ്ട് തന്നെ അതിന് നാശവുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അമൂല്യമായ ഒരു അറിവായിട്ടാണ് തൻ്റെ ഉള്ളിൽ ഈ ആത്മ വർത്തിക്കുന്നത്. ഇതിനെ അറിയാനായിട്ടാണ് സത്യത്തിൽ എല്ലാവരും പ്രയത്നിക്കണം. ഭൗതികന്മാരും ഇതിനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം സുഖമായിട്ടിരിക്കാനായി ആഗ്രഹിക്കാത്ത ഒരു ജീവന്മാരും ലോകത്തില്ല. അപ്പോൾ സുഖമായിരിക്കണമെങ്കിൽ എന്തൊക്കെയോ അവരുടെ പൂർവ്വജന്മാർജിതമായ വാസനയ്ക്കൊത്ത് ചെയ്ത് തന്നെയാണ് എല്ലാവരും ജീവിക്കണം. പക്ഷെ അവർ പറയുന്നു ഇതുകൊണ്ടൊന്നും ശാശ്വതമായ ശാന്തി ഉണ്ടാവില്ല, ഈ പറയുന്ന മുക്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു വേദവിധി അനുസരിച്ച് ഒരാൾ സഞ്ചരിക്കുകയാണെങ്കിൽ അവർക്ക് ഈ മുക്തി, ഈ ശാശ്വതമായിരിക്കുന്ന ശാന്തി ഇതിൽ കൈവരും. അതിന് ചെയ്യാനായിട്ട് അവർ പറഞ്ഞു ഇതുപോലെ നിഷ്ഠയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഇതാണ് ഗുരുസേവ ഇതിൽ പ്രധാനം തന്നെ. ഗുരുസേവ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിചാരപൂർവ്വം ആയിരിക്കണം. നമ്മളൊരു ജോലി തീർക്കാനായിട്ടൊരു ജോലി ചെയ്യരുത്. ഇതിനകത്ത് ആ വേദ സിദ്ധാന്തങ്ങളെ മനനം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നാമത്തെ ഉരുവിട്ടുകൊണ്ടോ ഒക്കെ ആയിരിക്കണം ഇത് ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു നിഷ്കാമ കർമ്മമായിട്ട് വരികയും ചെയ്യും. നമുക്ക് ഈ ജ്ഞാനത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടും. അതാണ് മഹത്തുക്കൾ പറഞ്ഞു നിഷ്കാമ്യമായ കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു. വെറുതെ ഇരുന്നാൽ ശരീരം രക്തോട്ടമൊക്കെ പോയി കഴിഞ്ഞാൽ ശരീരത്തിന് തന്നെ കേട്. അതുകൊണ്ട് ജോലി ചെയ്യണത് വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമായിട്ടാണ്, അല്ലേ ശൈലജ? ശരീരം അനങ്ങില്ലെങ്കിലേ രക്തോട്ടം മാറും, അപ്പോൾ എല്ലാം പോവും. അപ്പോൾ അതുകൊണ്ട് ശരീരം അനങ്ങുന്നത് ഒരു വലിയ ജോലിയായിട്ടല്ല പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് അത് ചെയ്യേണ്ട ആവശ്യം ഈ ശരീരത്തിനുണ്ട്. ഇതല്ല, മാനസികമായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിനെ എപ്പോഴും ആ ആത്മോന്മുഖമാക്കി നിർത്തി വരുന്നതിലേക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് പ്രധാനം എന്ന് പറയുന്നത് ചിന്തകളാണ്, വിചാരമാണ്. ശ്രുതികളെ പിടിച്ചുകൊണ്ടുള്ള ആ ചിന്ത ഇതിൽ പുരോഗമിപ്പിക്കണം. ഇതിൻ്റെ പ്രാധാന്യത്തെ വേദം പറഞ്ഞ് മനസ്സിലാക്കി തന്നു.
അനന്ത ജന്മങ്ങളിൽ ചെയ്ത പുണ്യപാപങ്ങൾക്ക് അനുസരിച്ച് ഈ ജീവൻ സുഖദുഃഖങ്ങൾ അനുഭവിച്ച് ഇങ്ങനെ കഴിയണം. അവൻ കരുതുന്നത്, ദുഃഖം വരുമ്പോൾ അവൻ കരുതുന്നത് ഒരു ജ്യോത്സ്യനെ പോയി കണ്ടിട്ട്, ജ്യോത്സ്യനെ എന്താണ് ഞാൻ വളരെയധികം കഷ്ടപ്പെടുന്നു, എന്താണ് കാരണം? അപ്പോൾ ജ്യോത്സ്യൻ കബഴി വെച്ചിട്ട് പറഞ്ഞു കൊടുക്കും, ഇത് നിനക്ക് മാതൃശാപം വന്നിരിക്കുകയാണ്, പൂർവ്വജന്മത്തിലെ അമ്മയെ വേണ്ടതുപോലെ നോക്കിയില്ല, അല്ലെങ്കിൽ പിതൃശാപം വന്നിരിക്കുകയാണ്. അതിനെല്ലാം തന്നെ ജ്യോതിഷത്തിൽ പരിഹാരങ്ങളുണ്ട്. പക്ഷെ ഈ പരിഹാരങ്ങൾ കൊണ്ട് മാത്രം ഇത് മാറുമോ എന്ന് ചോദിച്ചിട്ട് പിന്നീട് വേദം പറഞ്ഞു, ഒരിക്കലുമില്ല, ഇത് വെറുതെ താൽക്കാലികമാണ്. ഇതല്ല, എല്ലാത്തിൻ്റെ ആത്യന്തിക പരിഹാരമാണ് ജ്ഞാനമാണ്. ജ്ഞാനം മാത്രമല്ല, എങ്ങനെയാണ് ഇത് നമ്മളെ തലമുറകളെ പറ്റി പറയുമ്പോഴേ, നമുക്ക് മുമ്പ് എത്ര പേരുണ്ടായിരുന്നിരിക്കുക അല്ലേ? ഇവരെല്ലാം എത്രയോ പേര് ദുർഭരണപ്പെട്ടവർ കാണും. പല രൂപത്തിൽ മരിച്ച് പ്രേതാത്മാക്കളായിട്ട് നിൽക്കുന്നവർ കാണും. ഇവരും എല്ലാവരുമായിട്ട് നമുക്കൊരു കടപ്പാടുണ്ട്. ആ കടപ്പാടെല്ലാം ചേർന്നാണ് നമ്മളെ ഒരു പ്രത്യേക രൂപത്തിൽ നിർത്തിയിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായി പരിഹരിക്കാൻ ജ്യോതിഷത്തിന് പറ്റില്ല. ജ്യോതിഷത്തിന് തൽക്കാലം വേണമെങ്കിൽ പിതൃശാപമാണ്, നിനക്ക് പിതൃശാപമുണ്ട്, അല്ലെങ്കിൽ നിനക്ക് ദേവതാശാപമുണ്ട്. അതിനുവേണ്ടി പരിഹാരം പറഞ്ഞു കൊടുത്തു. എത്രയാണ്? 41 ദിവസം നീ രാവിലെ കുളിച്ച് തൊഴുത് നീ ശിവന്റെ അമ്പലത്തിൽ ഇരിയെന്ന് പറയും. ഇതിനൊക്കെ പറഞ്ഞു കൊടുക്കാം. അന്നദാനം ചെയ്യും, ബ്രാഹ്മണർക്കൊക്കെ നീ സദ്യ കൊടു, അവർക്കെല്ലാം പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കൊടു. ഈ രൂപത്തിലെല്ലാം ജ്യോതിഷത്തിന് പരിഹാരം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് തീരുക വിഷയം? തീരില്ല. അവർ പറയുന്നു തീരില്ല. അവർ പറയുന്നു എത്ര 10 ജ്ഞാനമടഞ്ഞാൽ 10 തലമുറ പുറകോട്ടും 10 തലമുറ മുന്നോട്ടുമുള്ള എല്ലാവർക്കും മുക്തിക്കുള്ള വഴി തുറക്കുകയാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾ ജ്ഞാനിയായാൽ 21 തലമുറയ്ക്ക് ശാന്തി ഉണ്ടാവുകയാണ്. മനസ്സിലല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇതിൻ്റെ പരമമായിരിക്കുന്നത് ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തെ സമ്പാദിക്കണമെങ്കിൽ എന്ത് വേണം? വേദവിധി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. വേദം നിഷ്കാസിക്കുന്ന അല്ല, നമ്മുടെ സ്വന്തമായിട്ട് ഒരു വകയും ചെയ്താലൊന്നും മുക്തിക്ക് വരില്ല. വേദം പറഞ്ഞിരിക്കുന്ന ആ റൂട്ട് പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ നടത്തണം, എന്നാൽ മാത്രമേ വരും. അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ മുഖ്യം ശ്രവണം തന്നെയാണ്. ശ്രുതിയാണ് മുഖ്യം. ഇതിൽ ശ്രുതിയെ കേൾക്കുക, എന്നിട്ട് നല്ലപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി അതിനെ നല്ലപോലെ ചിന്തിച്ചുണരുക. ഒടുവിലാണ് മനസ്സിലാവും ഇതാണല്ലേ പറഞ്ഞതെന്ന് ഒരു അർത്ഥം ഇതിൽ തെളിഞ്ഞു വരും. പിന്നീട് തെളിഞ്ഞു വരും. ഇപ്പം അല്ല. അതുകൊണ്ടാണ് നിരന്തരമായിട്ട് ഈ ശ്രവണ മനന നിധിധ്യാസന ദ്വാര ഈ ജീവന് ഇതിൻ്റെ യഥാർത്ഥ, ഈ വേദം പറഞ്ഞിരിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം തെളിയും. അപ്പോഴാണ് പറയണം, അയ്യോ ചിന്മയ സ്വാമിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിന്മയ സ്വാമി ഇതിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പേ സാധാരണ ഒരു ഗൃഹസ്ഥനായിരുന്നു. അങ്ങനെ നടക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ, ജനാർദ്ദനൻ എന്നാണ് അയാളുടെ പേര്, അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം കൊളത്തൂർ എവിടെ താമസിക്കുക, വൈദ്യനുമാണ്. വൈദ്യൻ ഒരിക്കൽ അച്ഛനെ കാണാൻ വന്നു. എന്നിട്ട് പറഞ്ഞു, അണ്ണ എന്നാണ് വിളിക്കുന്നത്, സഹോദരൻ, അണ്ണ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയാണ് ചോദിച്ചു. അന്ന് സ്വാമിമാരെയൊക്കെ പോയി കാണണമെന്ന, ഇതുപോലെ ആശ്രമങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അങ്ങനെയാണ് ഈ സഹോദരൻ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിനു മുമ്പേ തന്നെ സഹോദരൻ ഉപദേശം തുടങ്ങിയപ്പോൾ നമ്മുടെ ഗുരുദേവന്റെ കൃതികളൊക്കെ വായിക്കാൻ തുടങ്ങി. വായിച്ചപ്പോഴും സ്വാമി പറഞ്ഞത് എനിക്കറിയാം എന്തിനാണ് അച്ഛൻ പറഞ്ഞു. അപ്പം ഇതെല്ലാം വായിച്ചിട്ട് അദ്ദേഹം ഒരു അർത്ഥം പറഞ്ഞു. ഉടനെ സ്വാമി പറഞ്ഞു, അതല്ലടാ ഇതിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം ഇതാണെന്ന് ഇവിടെ പറയാൻ തുടങ്ങി. ശിഷ്യൻ പറയാൻ തുടങ്ങി. എന്ത് പറഞ്ഞു തുടങ്ങി. കാരണം ഇവര് വാസ്തവത്തിൽ അത് വന്ന് നിറഞ്ഞിരിക്കണം. പക്ഷേ ഇവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ സഹോദരൻ ചോദിച്ചു, അണ്ണൻ എങ്ങനെ കിട്ടിയെന്ന ഈ അർത്ഥം? അണ്ണൻ പറഞ്ഞ അർത്ഥമാണ് ഇത് ശരിയെന്ന് എനിക്കും ഇപ്പം തോന്നുന്നു.
ഇതെങ്ങനെയാണെന്ന് കിട്ടി. അപ്പോൾ പറഞ്ഞു, എടോ ഈ പറയുന്നില്ല എൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ നിന്ന് തെളിഞ്ഞ് വരെയാണ്, മനസ്സിലായില്ലേ കാര്യം. ഇതാണ് ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു നിലയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നിരന്തരമായിട്ട് ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് ചെയ്ത് നമ്മൾ പറയുന്ന അർത്ഥമൊന്നും അല്ല ഇതിന്, തെളിഞ്ഞു വരാനുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരു ഫുൾ സ്റ്റോപ്പില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ പോകുന്നവർക്ക് ഇത് തെളിഞ്ഞു വരും, ഈ പറയുന്ന ലക്ഷ്യപ്രാപ്തിയും ഉണ്ടാവും. ദേവാദിദേവ സർവജ്ഞ സത്യാനന്ദ വിഗ്രഹകുമാരമണ ഭൂദേശ പ്രസീത കരുണാനിധേ നമസ്കാരം. ശരീരമർത്ഥം